എൻ്റെ പേര് സുമി ക്രൂസ്. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 15, 2022 ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് നിയോഗത്തിൽ വെച്ചത് OET പാസ്സാവണമെന്നുള്ളതായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് OET പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് OET ക്ലിയർ ആയത്. ആദ്യമായിട്ട് എഴുതിയത് ഒക്ടോബർ 22 ആയിരുന്നു. അന്ന് ഞാൻ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയി എഴുതിയത്. അന്ന് എനിക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് എഴുതിയത്. വന്നതിന് ശേഷം വീട്ടിൽ ചെന്നും പറഞ്ഞത് നമുക്കിത് എന്തായാലും കിട്ടും, ഉറപ്പാണ്, എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞത്. എസ്പെഷ്യലി റീഡിങ് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടുമെന്ന് ഉറപ്പുമായിരുന്നു. റിസൾട്ട് വന്ന് അത് റീഡിങ് തന്നെ പോയി. ബാക്കി 3 മോഡ്യൂൾസ് ക്ലിയറായി. റെക്കോർഡ് സ്കോർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചത് UK പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിന് റീഡിങ്ങിന് B സ്കോർ തന്നെ വേണം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ ചിന്തിച്ച്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാനത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, പ്രാർത്ഥിക്കുന്നുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പത്രം കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാനാണെങ്കിൽ അത് നന്നായിട്ടങ്ങ് കൊടുക്കുന്നില്ല. അതെനിക്ക് മനസ്സിലായി, എനിക്ക് അവിടെ ആയിരിക്കും പോരായ്മയെന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി മുതൽ എനിക്ക് എന്തായാലും OET ക്ലിയർ ആവണം, എനിക്ക് മാതാവിനെ എന്തായാലും വേണം. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും ഞാൻ ഇതിൽ മടി കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ പത്രം ഇനി നന്നായിട്ട് തന്നെ കൊടുക്കും, എനിക്ക് എന്തായാലും അത് കൊടുത്തേ പറ്റത്തോളം എന്ന് എനിക്കത് വ്യക്തമാക്കി തന്നു മാതാവ്. ആ സമയത്തൊക്കെ ഞാൻ കുറേ അധികം സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിനകത്ത് ആ ഉത്തരം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, പത്രം കൊടുക്കുന്നതിലുള്ള എൻ്റെ പിശുക്കത്തരമായിരിക്കാം അത് അങ്ങനെ ആയതെന്ന്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ തീരുമാനിച്ചു, എന്നൊക്കെ പത്രം കൊടുത്താലും അന്ന് ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പത്രം കൊടുക്കത്തുള്ളൂ. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം തന്നെ ഞാൻ പത്രം കൊടുക്കും. പത്രം കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും എല്ലാവർക്കും. എനിക്കൊരു നാണക്കേടും അതിൽ തോന്നിയിട്ടില്ല. ഞാൻ അവിടെ തന്നെ കൊണ്ടു കൊടുക്കും. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ അവിടെ തന്നെ കൊടുക്കും. വേണ്ടവരോട് ചോദിച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറയുകയും ചെയ്യും, എനിക്കിങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ കുറേ അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്, ഇതെല്ലാം കേൾക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കത്തുള്ളൂ. എനിക്കൊരു നാണക്കേടും അതിൽ തോന്നിയിട്ടുമില്ല, ഞാനത് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഞാൻ ആ ഒക്ടോബർ കഴിഞ്ഞ മാസം മുതൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. 2 പ്രാവശ്യമെങ്കിലും വരും. 2 പ്രാവശ്യവും പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും. അതിന് ശേഷമുള്ള ബുധനാഴ്ച പോയി കുമ്പസാരിക്കും, ഞാൻ പത്രം കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 2ാമത്തെ അറ്റംപ്റ്റ് എഴുതാൻ വേണ്ടി മാർച്ച് 25 ഡേറ്റ് എടുത്ത് അന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അന്ന് ഇത് കണക്ക് തന്നെ ആദ്യത്തെ എക്സാം എനിക്ക് വളരെയധികം എളുപ്പമായിരുന്നു. 2ാമത്തെ എക്സാം എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് സാധാരണ സ്പീക്കിങ്ങും ലിസണിങ്ങും ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതാണ്. അതെനിക്ക് എങ്ങനെയായാലും B കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ആദ്യമായിട്ട് ആ സമയത്ത് ലിസണിങ് ചെയ്ത സമയത്ത് 5 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ എഴുതിയില്ല. എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, എന്തോ ടെൻഷൻ കൊണ്ടാണോ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. അത് എഴുതിയില്ല. അപ്പോഴേ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അവിടെ ലിസണിങ് പോയി. അതിന് ശേഷമാണ് റീഡിങ്. ആദ്യത്തെ തവണ കിട്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും റീഡിങ് നമുക്ക് ടെൻഷനാണ്. അതിന് മുന്നേ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി, റീഡിങ് ഹാബിറ്റ് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ആ ഇടയ്ക്ക് ചെയ്ത തീരുമാനമായിരുന്നു, നമ്മുടെ ഓഡിയോ ബൈബിൾ ഉണ്ടല്ലോ യൂട്യൂബിൽ, അത് ഞാൻ ഇടും, എന്നിട്ടത് വായിച്ചുകൊണ്ടേയിരിക്കും. പോകുന്നവരെ എൻ്റെ റീഡിങ് ബുക്ക് എന്ന് പറയുന്നത് ബൈബിളായിരുന്നു. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടേ പോകും. ഞാൻ വേറെ മെറ്റീരിയൽ നോക്കുന്നതിനേക്കാളും ബൈബിൾ തന്നെ വായിച്ചുകൊണ്ട് പോകും. അത് സ്ഥിരമായിട്ട് എക്സാം വരെ ഞാൻ സ്ഥിരമായിട്ട് അത് തന്നെ, എൻ്റെ ബുക്ക് ബൈബിളാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ റീഡിങ്ങിൻ്റെ എക്സാമിൻ്റെ ദിവസം ഇത് കണക്ക് തന്നെ മോഡ്യൂൾ ഭയങ്കര ടഫ്. എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് വിടുകയും ചെയ്തു. അങ്ങനെ നമുക്ക് A പാർട്ടുണ്ട്, B ഉണ്ട്, C 2 പാർട്ടായിട്ടാണ്. സിയിൽ 2ാമത്തെ പാർട്ട് എടുക്കുക 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മിനിറ്റേ ഉള്ളൂ. എനിക്ക് വായിച്ചെഴുതാൻ എന്തായാലും പറ്റത്തില്ല. എനിക്കറിയത്തില്ല, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എനിക്ക് പറ്റുന്നേ ഇല്ല. ഞാൻ ഒരു തവണയുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അങ്ങ് ഇടും. എന്തായാലും വായിച്ചെഴുതാൻ പറ്റത്തില്ല. ഞാൻ യൂഷ്വലി ഈ പഠിക്കുന്ന സമയത്തും B അല്ലെങ്കിൽ C അങ്ങനെയുള്ള ഓപ്ഷൻ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. A എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഇടത്തേ ഇല്ല. അന്ന് എന്തോ എനിക്കറിയത്തില്ല, എക്സാമിന് ഞാൻ ആ Cയിലെ 2nd പാർട്ട് എല്ലാ ഓപ്ഷനും A കറുപ്പിച്ച് വെച്ചത്. അന്നേരം ഞാൻ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു, ഞാൻ മൊത്തം A ഓപ്ഷനാണ് കറുപ്പിച്ചിട്ട്, ആദ്യമായിട്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ചായിരിക്കും A എഴുതാനായിട്ട്. അങ്ങനെ എഴുതി. അപ്പം അവിടെ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. പിന്നെ റൈറ്റിങ്, സ്പീക്കിങ് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം എനിക്കെന്ന് പറയുന്നത് കിട്ടിയത് 5 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് സംസാരിക്കാനായിട്ട്.
അപ്പോഴത്തേക്കും എനിക്ക് ഈ 3 മൊഡ്യൂൾ പോയതുകൊണ്ടാവാം എനിക്ക് ടെൻഷൻ ഭയങ്കര, സ്പീക്കിംഗ് കോൺഫിഡൻ്റ് ടെൻഷൻ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് മാതാവ് തന്നെ വരണം എൻ്റെ സ്പീക്കിങ്ങിന് പാർട്ട്ണറായിട്ടെന്ന്. അങ്ങനെ എന്തോ പ്രാർത്ഥിച്ചങ്ങോട്ട് ചെയ്യുന്നതും ആ മാഡത്തിൻ്റെ പേര് പറഞ്ഞത് മേരി എന്നാണ്. ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ ഒത്തിരി അധികം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്പീക്കിങ്ങും കഴിഞ്ഞു. അങ്ങനെ ഇറങ്ങി എൻ്റെ ഫുൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. എനിക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പം ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്കിനി ഒന്നും കൂടി ഇവിടെ വന്ന് ഈ OET വേണ്ടി വരാൻ എന്നെ ഇടവരുത്തരുതേ. ഞാൻ ഈ 1 വർഷമായിട്ട് ഈ OET പുറകിൽ നടക്കുക, എനിക്ക് പാസ്സാക്കി തരണേ. അങ്ങനെ ഞാൻ കാശുരൂപം കൊണ്ടാണ് പോകുന്നത്. എപ്പോൾ പോയാലും ഞാൻ കാശുരൂപം കൊണ്ടുപോയി, പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ കാശുരൂപം കൈ പിടിച്ചേക്കും. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇച്ചിരി ഉപ്പെടുത്തിട്ട് ആരും ചവിട്ടാത്തടുത്ത് പ്രാർത്ഥിച്ചിട്ട് തന്നെ, മാതാവേ എനിക്കിത് പാസ്സാക്കി തരണേ, ഇനി ഒന്നുകൂടെ വരാൻ ഇടവരുത്തിയിരുന്നേന്ന്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ ഓടി വന്ന് ഇവിടെ വെച്ചാൽ ഞാൻ നോക്കിയത് ഏപ്രിൽ 13-ാം തീയതി റിസൾട്ട് വന്നു. എനിക്കറിയത്തില്ല ഞാനത് പാസ്സായി. അതും റീഡിങ് എനിക്ക് 350, എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കും, നീ പറഞ്ഞായിരുന്നല്ലോ നിനക്ക് ടഫായിരുന്നു, എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഴിവുമല്ല ഇത്, മാതാവ് എനിക്ക് തന്നതാണ്, മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഈ റീഡിങ് 350. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്കിത് കിട്ടത്തില്ല എന്ന് പറഞ്ഞതാണ്. ആരോടും ഞാൻ ഇതുവരെയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കഴിവില്ല ഇത് കിട്ടിയെന്ന്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരോടും ഞാൻ പറയുന്നത് എൻ്റെ കൃപാസനത്തിൽ അമ്മ എനിക്കിത് തന്നതാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന് ഇവിടെ നിന്നാണല്ലോ നോക്കുന്നത്. അപ്പോൾ പിന്നെ പ്രോസസ്സിങ് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ടിക്കറ്റൊക്കെ ആയതിനു ശേഷം നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് ശേഷം നമുക്ക് CBT എക്സാം ഉണ്ട്. ഈ എക്സാമിൻ്റെ സമയത്തെല്ലാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, മാതാവിനെ അങ്ങ് ഏൽപ്പിക്കും. ഞാൻ എൻ്റെ അമ്മയോട് പറയുന്ന കണക്ക് ഞാൻ ഇവിടെ വന്ന് അങ്ങ് പറയും, ഞാൻ ഇവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ പറയും, അമ്മ എനിക്ക് നാളെ CBT എക്സാമാണ്, എൻ്റെ കൂടെ ഇങ്ങ് വരണേ, എനിക്ക് പാസ്സാവണം. ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. എന്തുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് ആദ്യമേ തന്നെ പറയും. പിന്നെ എനിക്കൊരു ബുക്കുണ്ട്, ആ ബുക്കിനകത്ത് ഞാൻ എഴുതി വെക്കും. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ മാതാവിനോട് എഴുതി വെക്കും, ഇതെനിക്ക് സാധിച്ചു തരണേ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നതാണ്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ആ ബുക്കിൽ എഴുതി വെക്ക്, അമ്മയോട് പറയുന്ന കണക്കല്ലേ എഴുതി വെക്കെന്ന് പറയും. ഞാൻ എന്തൊക്കെ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. CBT കാര്യം അത് കണക്കാൻ എനിക്ക് അന്നത്തെ ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പറ്റി. ഞാൻ ഇവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ആ CBT പാസ്സാക്കി തരണേ. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളായിട്ട് ഞാൻ CBTക്ക് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാൻ പറ്റും, ചിലവരൊക്കെ ഫെയിലായിപ്പോൾ. നമ്മൾ പാർട്ട് A, B രണ്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ഫെയിലായാൽ അത് പിന്നെയും നമ്മൾ എഴുതണം. അന്നത്തെ ദിവസം എക്സാം എഴുതി. എനിക്ക് വളരെയധികം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കണ്ട, ആൻസറെല്ലാം എനിക്കറിയാം. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ആയതാണ്, എൻ്റെ മനസ്സിൽ ആൻസറാണ് വരുന്നത് മൊത്തം. ഞാൻ അങ്ങനെ എഴുതി, ഞാൻ പെട്ടെന്ന് തന്നെ തീർത്ത്. എന്നിട്ട് ഞാൻ അത്രയും ടൈം എടുത്ത് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് വന്നപ്പോഴത്തേക്കും എക്സാം പാസ്. ഞാൻ ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ പറഞ്ഞു ഇങ്ങനെ CBT പാസ്സായി എന്ന് പറഞ്ഞു. അപ്പം കുറേ പേര് എൻ്റെ കൂടെ തന്നെ എഴുതിയവർക്ക് വേറെ ക്വസ്റ്റ്യൻസ്, അത് ടഫാണ്, അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അവർ പാസ്സാവത്തുള്ളൂ. എനിക്കാണെങ്കിൽ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ച് അവിടെ. അതിനുശേഷം ഇൻ്റർവ്യൂ, എല്ലാ കടമകളിലും ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് മാതാവ് എല്ലാം എനിക്ക് ശരിയാക്കി തന്ന്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്ന് എനിക്ക് ടിക്കറ്റ് റെഡിയായി. ഞാൻ ആഗ്രഹിച്ച സ്ഥലം UK തന്നെ മാതാവിനെ അനുഗ്രഹിച്ചു. അതും 2 തവണ എനിക്ക് ക്ലബ്ബിംഗ് സ്കോറായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടാണ് എനിക്ക് 2 തവണയും കൂടെ UK സ്കോറാക്കി തന്നത്. ഞാൻ പലപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവ് UK ഇല്ലെങ്കിൽ അയർലൻഡ് ഏതെങ്കിലും ഒന്ന് മതിയെന്ന് ഞാൻ എപ്പോഴും ഓപ്ഷൻ കളിക്കും. പക്ഷേ മാതാവ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ എനിക്ക് തന്ന് ക്ലബ്ബിംഗ് സ്കോറിലൂടെ UK സ്കോർ, അവിടെ തന്നെ എനിക്ക് പോകാൻ പറ്റും UK. അങ്ങനെ ഇനിയിപ്പോൾ ഒക്ടോബർ 10-ാം തീയതി എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൺഫേമായി. ഞാൻ 10-ാം തീയതി UK പോവുക. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. രണ്ടാമതായിട്ട് ഞാൻ നിയോഗം വെച്ച എൻ്റെ മോൾ എവലിൻ മരിയ എന്ന മോളുടെ പേര്, 2.5 വയസ്സ്. മോള് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയത്, എൻ്റെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ മോളാണ് ഞങ്ങളുടേത്. അപ്പം മോള് ജനിച്ചതിന് ശേഷം സാധാരണയായി കുഞ്ഞുങ്ങൾക്കറിയാം, പക്ഷേ മോള് ഭയങ്കര കരച്ചില്ല. ജനിച്ച നാൾ മുതൽ ഞങ്ങൾ കരച്ചില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് അറിയാതെ പേടിക്കേണ്ട ആവശ്യമുള്ള ഗ്യാസ് കയറിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചു. അപ്പോൾ ആ 6 months കഴിഞ്ഞിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞ് എന്ത് കഴിച്ചാലും കുഞ്ഞിന് ലൂസ് മോഷനാണ്, ഒന്നും പറ്റത്തില്ല. വയറ്റിൽ ചെന്ന് തന്നെ കുഞ്ഞിനങ്ങ് ലൂസ് മോഷനാണ്. ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടേഴ്സിൽ എല്ലായിടത്തും പോകും, എന്നും ഇങ്ങനെ കുഞ്ഞിന് ലൂസ് മോഷനായിട്ട് കൊണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, കുറയുന്നു, പിന്നെയും ലൂസ് മോഷൻ. അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ലൂസ് മോഷൻ കൂടി വന്ന് കുഞ്ഞിൻ്റെ മോഷനിലെല്ലാം ബ്ലഡ് സ്റ്റെയിനായി. ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ കുഞ്ഞിനെ ICUവിൽ കയറ്റി. പീഡിയാട്രിക് ICUവിലായിരുന്നു 2 ദിവസം. 2 പ്രാവശ്യം അങ്ങനെ വന്ന്. അപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 15-ന്. 16-ാം തീയതി ഞാൻ വീട്ടിൽ വന്നപ്പം മോളുടെ വയർ ഇങ്ങനെ ഒരുമാതിരി പൊങ്ങിയിരിക്കുന്നു. മമ്മി പറഞ്ഞു, മോൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടടാ,
മിക്കവാറും മോക്ക് ഇനി എന്തെങ്കിലും കഴിച്ചത് പിടിക്കുന്നില്ല. അപ്പോൾ അന്നത്തേന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്നത് കുഞ്ഞിന് പൊടിയരിക്കഞ്ഞി കൊടുക്കും, ഇഡ്ഡലി കൊടുക്കും. വേറെ ഒന്നും കുഞ്ഞ് കഴിച്ചിട്ടില്ല. എൻ്റെ മോൾ ഇത് അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. കുട്ടികൾ കഴിക്കുന്ന സിർലാക്കോ ഒന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞിന് പറ്റത്തില്ല കഴിക്കാൻ. അങ്ങനെ റാഗി പൊടിയായാലും നമ്മൾ പാലിലല്ലേ കൊടുക്കുന്നത്. അങ്ങനെ 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി കുഞ്ഞിന് ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ളൊരു അസുഖമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ, കുഞ്ഞിൻ്റെ ബോഡിയിൽ ലാക്ടോസ് ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പം അങ്ങനെ കടന്നിട്ടാൽ കുഞ്ഞിന് ലൂസ് മോഷനും വയറ് പെരുക്കവും ഗ്യാസ് കയറലും കരച്ചിലും ഒക്കെ പണ്ട് നാൾ മുതലേ കുഞ്ഞിന് ഈ അസുഖമുണ്ട്, നമുക്കറിയത്തില്ല. അങ്ങനെ അത് മനസ്സിലായി. അങ്ങനെ 2 പ്രാവശ്യം ICUലൊക്കെ കടന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം 16-ാം തീയതി കുഞ്ഞിനെ ഇങ്ങനെ പോലെ ചെറിയ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ എന്താണ് ഞാൻ ഉടമ്പടി എടുത്തില്ല. എൻ്റെ മാതാവിൻ്റെ ഉപ്പ് ഇച്ചിരി മോക്കും കൊടുക്കാൻ തന്നെ. ഉപ്പ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മോൾ ഇച്ചിരി ലൂസ് മോഷൻ ചെറുതായിട്ട് ലൂസായിട്ട് പോയി. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മോൾക്ക് ലൂസ് മോഷനും വന്നിട്ടില്ല. എൻ്റെ മോളിപ്പോൾ എല്ലാ ആഹാരവും കഴിക്കും. മിൽക്ക് ആവട്ടെ, മിൽക്ക് പ്രോഡക്റ്റ്സ് ആവട്ടെ, ഡയറി പ്രോഡക്റ്റ്സ് ആവട്ടെ, എല്ലാ സാധനങ്ങളും എൻ്റെ മോൾ കഴിക്കും. ഇപ്പോൾ കൂടി എൻ്റെ മോൾ മിഠായി കഴിക്കുന്നതിനാട്ടെ ഒരു കുഴപ്പമില്ല. എൻ്റെ മാതാവ് എൻ്റെ മോളെ അതിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ മോൾക്ക് രോഗസൗഖ്യം, പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകി. എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആയിരുന്നു അടുത്തൊരു നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു. പുള്ളി 10 വർഷമായിട്ട് ഒരു കമ്പനിയിൽ ദുബായിലായിരുന്നു. 10 വർഷമായിട്ട് ഒരു കമ്പനിയിൽ തന്നെ ആയിരുന്നു. പെട്ടെന്ന് കോവിഡ് വന്നപ്പം പുള്ളിയുടെ ജോലി പോയി. ഞങ്ങൾക്കത് വിചാരിക്കുന്നതിനപ്പുറത്തായിരുന്നു. എന്ന് വെച്ചാൽ സീനിയറായിട്ടുള്ള ഒരാൾ 10 വർഷമായിട്ട് നിൽക്കുന്ന കമ്പനി ജോലി പോയി. അപ്പം പുള്ളി ഇങ്ങ് വന്നു. അതിനുശേഷം 6 മാസത്തേക്ക് വിസിറ്റിംഗ് വിസ 3 പ്രാവശ്യം പോയി. പിന്നെയും വിസിറ്റിംഗ് വിസയിൽ പോയി. അങ്ങനെ 6 മാസത്തോളം ജോലി ഇല്ലാതെ പുള്ളി അവിടെ നിന്നു. അങ്ങനെയാണ് ഉടമ്പടിയിൽ ഞാൻ വെച്ചത്, നിയോഗം വെച്ചത്. ഉടമ്പടി എടുത്ത് പിറ്റേ മാസം പുള്ളിക്കാരന് ജോലി കിട്ടി. ഇപ്പോൾ ആ ജോലി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ദുബൈയിൽ തന്നെ ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞങ്ങൾക്ക് മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും മാതാവും തിരുക്കുമാരൻ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോൾക്ക് 2 വയസ്സായിട്ടും കുഞ്ഞിന് നല്ലതായിട്ട് സംസാരിക്കത്തില്ല, കൊത്തയുണ്ട്. അപ്പം ടങ് ടൈ ആണെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു മാസം കൂടെ നോക്കാം, അല്ലെങ്കിൽ ടങ് ടൈ റിമൂവൽ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം അതൊരു ചെറിയ പ്രൊസീജിയറാണ്. എങ്കിൽ കൂടി എനിക്കത് വിഷമം, ഒരു സർജറിക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എനിക്കൊരു വിഷമമായിട്ടുള്ള കാര്യം. അപ്പം ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു മോൾക്ക് കുഴപ്പമൊന്നുമില്ല, തൈലം തൊണ്ടയിൽ പുരട്ടിയാൽ മതി, ഡെയിലി തൈലം തൊണ്ടയിൽ പുരട്ടാൻ വിശ്വാസപ്രമാണം ചൊല്ലണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ നന്നായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു സർജറിയും ചെയ്യേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എൻ്റെ മോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഒരു കുഴപ്പമില്ല. ഇത്രയുമേറെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. OET എക്സാം താൻ പാസ്സാകുന്നതും അതിനു മുമ്പുണ്ടായിരുന്ന ഓരോ മോഡ്യൂൾസിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷവും എന്തുകൊണ്ട് താൻ ഫെയിലായി, ഇങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് തന്നെ ഈ മകൾ നടത്തുമ്പോഴാണ് പിന്നീട് തനിക്ക് ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ, താൻ ഉടമ്പടിയിൽ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ഇഷ്ടത്തോടെ ഈശോയെ മറ്റുള്ളവരെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമാണ് കൃപാസന പത്രം നാം കൊണ്ടുപോയി പ്രാർത്ഥനയോടെ കൊടുക്കേണ്ടത്. എന്നാൽ അതിൽ ഈ മകൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് ഓരോ കുമ്പസാരത്തിന് ശേഷവും കൃപാസന പത്രം കൊടുക്കുന്നതിന് ഈ മകള് അങ്ങനെയാണ് പിന്നീട് ഈ മകള് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുക. അങ്ങനെ 2 പ്രാവശ്യമൊക്കെ മാസത്തിൽ 2 പ്രാവശ്യവും ഇവിടെ വന്ന് കൃപാസന പത്രം കൊണ്ടുപോവുകയും അത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ തന്നെ കൊടുക്കുവാനും ഈ മകള് ശ്രദ്ധിക്കുകയാണ്. പിന്നീട് OET എക്സാം പാസ്സാകുന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ പ്രോസസ്സിങ് അതുമൊക്കെ വളരെ നല്ല രീതിയിൽ, അതായത് ആദ്യത്തെ എക്സാം OET ഇച്ചിരി ടഫായിരുന്നു, റീഡിങ് മോഡ്യൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ തനിക്ക് അറിയാത്ത രീതിയിലും എക്സാം താൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എൻ്റെ കഴിവല്ല, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ തൻ്റെ കഴിവിൽ ഇതൊന്നും നടക്കില്ല എന്ന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ഈ മകൾ പറയുമ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും പിന്നീട്
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് OET പാസ്സാകാൻ കഴിയുന്നതും പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റായി ഇപ്പോൾ UK തന്നെ പോകുവാനായിട്ട് സന്നദ്ധയായി നിൽക്കുകയാണ്. അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം, സംസാരിക്കാതിരുന്ന കുഞ്ഞ് പിന്നീടൊരു സർജറിയൊന്നും കൂടാതെ ടങ് ടൈ ആണെന്നാണ് പറഞ്ഞത്. അതിനൊരു സർജറിയൊക്കെ പറഞ്ഞിരുന്നതാണെന്ന് കേട്ടു. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ അതെല്ലാം മാറുന്നു. ഇപ്പോൾ വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നു. അതുപോലെ ഹസ്ബൻഡിൻ്റെ ജോലി, നഷ്ടപ്പെടുന്ന ജോലി പിന്നീട് വീണ്ടും ഒരു 6 മാസത്തേക്ക് ജോലി ഇല്ലാതിരുന്നു. എന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ജോലി ലഭിക്കുന്നു. അങ്ങനെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് തിരുവചനം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള പാളിച്ചകൾ നമുക്കുണ്ടോ? നാം അതൊക്കെ ഒന്ന് ചിന്തിക്കണം. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം, അതെനിക്ക് വേണം, ആ ഒരു ചിന്ത മാത്രമാകാതെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അല്പം പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുവാനുള്ള ഒരു സന്മനസ്സും മനോഭാവവും സന്നദ്ധതയും നമുക്ക് വേണം. നമുക്ക് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.